ഹലോ വെൽക്കം അഗെയിൻ ടു ടാക്സ്മാൻ സൊല്യൂഷൻസ്. ഇന്നത്തെ വീഡിയോയിൽ ജി എസ് ടിയിലെ ടി ഡി എസ് റിട്ടേൺ ഫയലിങ്ങിൻ്റെ ട്യൂട്ടോറിയലാണ് കാണിക്കാൻ പോണത്. ഇൻകം ടാക്സിൻ്റെ ടി ഡി എസ് റിട്ടേൺ ഫയലിങ്ങിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർക്ക് ഞാനിവിടെ ഐ ബട്ടണിൽ ഒരു ലിങ്ക് കൊടുത്തേക്കാം. ആ ലിങ്കിൽ കയറി നിങ്ങൾക്ക് കാണാം. അപ്പോൾ സമയം കളയാതെ നമുക്ക് നമ്മുടെ വർക്കിലേക്ക് കിടക്കാം. ട്യൂട്ടോറിയൽ തുടങ്ങുന്നതിന് മുമ്പ് ആരൊക്കെയാണ് ടി ഡി എസ് ഡിഡക്റ്റ് ചെയ്യാൻ ബാധ്യസ്ഥർ എന്ന് നമുക്ക് നോക്കാം. സ്ക്രീനിൽ കാണുന്നത് പോലെ who are required to deduct TDS GSTR 7 under GST. ആരൊക്കെയാണ് അതെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, എ ഡിപ്പാർട്ട്മെൻറ്റ് ഓർ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് സെൻട്രൽ ഓർ സ്റ്റേറ്റ് ഗവൺമെൻറ്. സെൻട്രൽ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ടി ഡി എസ് ഡിഡക്റ്റ് ചെയ്യണം. രണ്ടാമത്, ലോക്കൽ അതോറിറ്റി, അതായത് മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ പഞ്ചായത്ത് അതുപോലത്തെ സ്ഥാപനങ്ങൾ. മൂന്നാമത്, ഗവൺമെൻറ്റൽ ഏജൻസീസ്. പേര് പറയുന്നത് പോലെ ഗവൺമെൻറ്റിൻ്റെ ഏജൻസീസ് ഏതൊക്കെയാണോ അവർ ടി ഡി എസ് ഡിഡക്റ്റ് ചെയ്യണം. നാലാമത്, പേഴ്സൺ ഓർ കാറ്റഗറി ഓഫ് പേഴ്സൺസ് നോട്ടിഫൈഡ് ബൈ സെൻട്രൽ ഓർ സ്റ്റേറ്റ് ഗവൺമെൻറ് ഓൺ റെക്കമെൻഡേഷൻ ഓഫ് ദ കൗൺസിൽ. ജി എസ് ടി കൗൺസിലിൻ്റെ നിർദ്ദേശപ്രകാരം സെൻട്രൽ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് ചില ആളുകളോട് ടി ഡി എസ് ഡിഡക്റ്റ് ചെയ്യാൻ പറയും. അവരാണ് നാലാമത്തെ പോയിൻ്റായിട്ട് വരുന്നത്. 5, ആൻ അതോറിറ്റി ഓർ ബോർഡ് or any other body which has been set up by parliament or state legislature or by a government with 51% equity owned by government. 51% ഗവൺമെൻറ് ഓൺ ചെയ്തേക്കണ ഒരു അതോറിറ്റി അല്ലെങ്കിൽ ബോർഡ് അല്ലെങ്കിൽ ഒരു ബോഡി അവർ ടി ഡി എസ് ഡിഡക്റ്റ് ചെയ്തിരിക്കണം. ആറാമത്തത്, എ സൊസൈറ്റി എസ്റ്റാബ്ലിഷ്ഡ് ബൈ ദ സെൻട്രൽ ഓർ എനി സ്റ്റേറ്റ് ഗവൺമെൻറ് ഓർ എ ലോക്കൽ അതോറിറ്റി ആൻഡ് സൊസൈറ്റി ഈസ് രജിസ്റ്റേർഡ് അണ്ടർ ദ സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട്. സെൻട്രൽ, സ്റ്റേറ്റ് ഓർ ലോക്കൽ അതോറിറ്റി രൂപീകരിച്ച ഒരു സൊസൈറ്റി, ആ സൊസൈറ്റി ആണെങ്കിൽ സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ടിൽ രജിസ്റ്ററും ചെയ്തിട്ടുണ്ടാവണം. അങ്ങനെയാണെങ്കിൽ ആ സൊസൈറ്റി ടി ഡി എസ് ഡിഡക്റ്റ് ചെയ്യണം. ഏഴാമതും അവസാനമായി വരുന്നത് പി എസ് യു, പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ്. ഇനി എപ്പോഴൊക്കെയാണ് ടി ഡി എസ് ഡിഡക്റ്റ് ചെയ്യേണ്ടത്? ദ എബവ് ആർ റിക്വയർഡ് ടു ഡിഡക്ട് ടി ഡി എസ് വെൻ ദ ടോട്ടൽ വാല്യൂ ഓഫ് സപ്ലൈ അണ്ടർ ദ കോൺട്രാക്ട് എക്സീഡ്സ് 2.5 lakhs. The rate for TDS is 2%, CGST 1% plus SGST 1% in case of intra-state supply and 2% in case of interstate supplies. അതായത് 2.5 ലക്ഷത്തിൻ്റെ മീതെയുള്ള സർവീസ് അല്ലെങ്കിൽ ഗുഡ്സ് നമ്മൾ സപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ടി ഡി എസ് ഡിഡക്റ്റ് ചെയ്യണം. അതാണ് കണ്ടീഷൻ. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ 3 lakhs ഗുഡ്സ് അല്ലെങ്കിൽ സർവീസ് നമ്മൾ സപ്ലൈ ചെയ്യുകയാണെങ്കിൽ 50,000 എമൗണ്ടിലല്ല നമ്മൾ ടി ഡി എസ് ഡിഡക്റ്റ് ചെയ്യേണ്ടത്. പകരം 3 lakhs എന്ന് പറയുന്ന ആ ഫുൾ ഫിഗറിലാണ് നമ്മൾ ടി ഡി എസ് ഡിഡക്റ്റ് ചെയ്യേണ്ടത്. ഇവിടെ 3 lakhs ഇൻറ്റു 2%. ഞാനിപ്പോൾ ഇൻട്രാസ്റ്റേറ്റിൻ്റെ കേസാണ് പറയണത്. അപ്പോൾ 3 lakh ഇൻറ്റു 2%, അതായത് 6,000. അതിൽ 3,000 സി ജി എസ് ടിയിലേക്ക് പോവും, 3,000 എസ് ജി എസ് ടിയിലേക്കും പോവും. അങ്ങനെയാണ് ടി ഡി എസ് പോണത്. ഇനി ഇൻ്റർ സ്റ്റേറ്റ് സപ്ലൈ ആണ് നമ്മൾ ചെയ്യണമെങ്കിൽ ഡയറക്റ്റ്ലി 2% ആണ് ടി ഡി എസ് വരുന്നത്. ആ 6,000 ഐ ജി എസ് ടി എന്ന് പറഞ്ഞ കാറ്റഗറിയിലേക്കായിരിക്കും പോണത്. ജി എസ് ടിയിലെ ടി ഡി എസ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ടാക്സബിൾ വാല്യൂവിലായിരിക്കണം. ടാക്സബിൾ വാല്യൂ എന്ന് പറഞ്ഞാൽ ഏത് എമൗണ്ടിലാണോ നമ്മൾ ടാക്സ് കണ്ടുപിടിക്കണേ ആ ഒരു എമൗണ്ടിനെയാണ് ടാക്സബിൾ വാല്യൂ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ എക്സാമ്പിൾ 3 lakhs ആയിട്ട് എടുക്കുകയാണെങ്കിൽ നിങ്ങൾ അപ്ലിക്കബിൾ ആയിട്ടുള്ള ടാക്സ് റേറ്റ് എന്ന് പറയുന്നത് 18% ആണെങ്കിൽ 3 lakhs കൂടെ 18% ചേർത്തിട്ടുള്ള എമൗണ്ടിലായിരിക്കരുത് ടി ഡി എസ് കട്ട് ചെയ്യേണ്ടത്. പകരം 3 lakh എന്ന് പറയുന്ന ആ ഒരു ഫിഗറിലായിരിക്കണം ടി ഡി എസ് കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഈ 7 കാറ്റഗറിയിൽ പെടുന്ന ആളുകളാണെങ്കിൽ മാത്രം ജി എസ് ടി ടി ഡി എസ് രജിസ്ട്രേഷൻ എടുക്കുക. അല്ലാത്ത പക്ഷം ടി ഡി എസിൻ്റെ രജിസ്ട്രേഷൻ എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ജി എസ് ടിയുടെ ടി ഡി എസ് രജിസ്ട്രേഷൻ എങ്ങനെയാണ് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഗൂഗിളിൽ ജി എസ് ടി രജിസ്ട്രേഷൻ എന്ന് നമ്മൾ ടൈപ്പ് ചെയ്യുക. അപ്പോൾ ജി എസ് ടി രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞ് കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്യുക. ഇതാണ് ജി എസ് ടിയിലെ രജിസ്ട്രേഷൻ്റെ പേജ് എന്ന് പറയുന്നത്. ഇവിടെ ഐ ആം എന്ന് പറഞ്ഞ കോളത്തിൽ ടാക്സ് ഡിഡക്ടർ എന്ന് നമ്മൾ സെലക്ട് ചെയ്യണം. പിന്നെ സ്റ്റേറ്റ് ഏതാണോ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ ലീഗൽ നെയിം ഓഫ് ദ ടാക്സ് ഡിഡക്ടർ, അത് പാൻ നമ്പറിൽ എന്താണോ കൊടുത്തേക്കണേ അതേപോലെ തന്നെ ഇവിടെ എഴുതണം. ഇനി പാൻ നമ്പർ ഇല്ലെങ്കിൽ ടാൻ നമ്പർ കൊടുത്താലും മതി. ഇപ്പോൾ കമ്പനിക്ക് അല്ലെങ്കിൽ ഒരു പ്രൊപ്പറേറ്ററിന് ഓൾറെഡി ടാൻ നമ്പർ ഉണ്ടെങ്കിൽ ഈ ടാൻ എന്ന് പറഞ്ഞ സെക്ഷൻ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ
ടാൻ നമ്പർ ഇവിടെ ചോദിക്കും. ആ ടാൻ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇമെയിൽ അഡ്രസ്സ് എൻ്റർ ചെയ്യുക. ഒരു വാലിഡ് ആയിട്ടുള്ള മൊബൈൽ നമ്പറും എൻ്റർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ ക്യാപ്ച കോഡ് എൻ്റർ ചെയ്യുക, പ്രൊസീഡ് ചെയ്യുക. ഇപ്പോൾ ജി എസ് ടിയിലെ TDS രജിസ്ട്രേഷൻ്റെ പ്രൊസീജിയർ ഞാൻ കാണിക്കണില്ല. രജിസ്ട്രേഷൻ കാണിക്കാൻ കുറച്ച് സമയമെടുക്കും, അതുകൊണ്ട് ആ ഒരു ഭാഗം ഞാൻ കാണിക്കണില്ല. ഇനി രജിസ്ട്രേഷൻ കഴിഞ്ഞാലുള്ള സ്ക്രീൻ എങ്ങനെയൊക്കെയാണ് നമുക്ക് നോക്കാം. ഇനി TDS രജിസ്ട്രേഷൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ലോഗിൻ ചെയ്യണം. ജി എസ് ടിയുടെ സൈറ്റിൽ ടാക്സ് ഡിഡക്ടറിൻ്റെ GSTN നമ്പർ വെച്ചിട്ടാണ് ലോഗിൻ ചെയ്യേണ്ടത്. ടാക്സ് പെയറിൻ്റെ GSTN നമ്പർ വെച്ചിട്ടല്ല, പകരം ടാക്സ് ഡിഡക്ടറിൻ്റെ GSTIN നമ്പർ വെച്ചിട്ട്. അവിടെ യൂസർ നെയിമും പാസ്വേഡും എൻ്റർ ചെയ്യുക. പിന്നെ ക്യാപ്ച കോഡ് എൻ്റർ ചെയ്തിട്ട് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ സർവീസസ് എന്ന് പറഞ്ഞ ടാബിൽ റിട്ടേൺസ് ഡാഷ്ബോർഡിൽ ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ റിട്ടേൺസ് ഫോർ ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് GSTR 7 എന്ന് പറഞ്ഞ് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെ ഒരു സ്ക്രീനിലേക്കാണ് പിന്നെ എത്തണത്. ഇവിടെ ഡീറ്റെയിൽസ് ഓഫ് ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ്, അമെൻമെൻറ്റ്സ് ടു TDS ഡീറ്റെയിൽസ്, പേയ്മെൻറ്റ് ഓഫ് ടാക്സ്, ഡെബിറ്റ് എൻട്രീസ് ഇൻ ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ ഫോർ TDS ഓർ ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്, ഇങ്ങനെ 4 സെക്ഷൻസ് കാണാൻ പറ്റും. ഇതിൽ ഫസ്റ്റ് ടാബിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു സ്ക്രീനിലേക്കാണ് പിന്നെ എത്തുക. ഇവിടെ ആഡിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ TDS ഡീറ്റെയിൽസ് എൻട്രി ചെയ്യാൻ പറഞ്ഞ് കാണിക്കും. ഇവിടെ ഫസ്റ്റ് കോളത്തിൽ GSTIN ഓഫ് ഡിഡക്റ്റി, ഇത് ഡിഡക്റ്റി എന്നാണ്. ആരുടെ TDS ആണ് നമ്മൾ ഡിഡക്റ്റ് ചെയ്യണേ അവരുടെ GSTIN നമ്പർ ഇവിടെ എൻട്രി ചെയ്യണം. അതുപോലെ ഏത് എമൗണ്ടിലാണ് നമ്മൾ TDS ഡിഡക്റ്റ് ചെയ്യണേ ആ എമൗണ്ട് ഇവിടെ എൻട്രി ചെയ്യുക. എമൗണ്ട് പെയ്ഡ് ടു ഡിഡക്റ്റി ഓൺ വിച്ച് ടാക്സ് ഈസ് ഡിഡക്റ്റഡ്. ഇപ്പോൾ 3 lakhs ആണ് സപ്ലൈ വാല്യൂ എങ്കിൽ 3 lakhs എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ എഴുതേണ്ടത്. അത് കഴിഞ്ഞ് ഇൻ്റഗ്രേറ്റഡ് ടാക്സ്, ഇൻട്രസ്റ്റ് ആണെങ്കിൽ ആ 3 lakhൻ്റെ കേസ് പോലെ 6,000 ഇവിടെ എഴുതണം. TDS ആയിട്ട് 6,000 ആണ് വരിക. ഇനി ഇൻട്രസ്റ്റ് ആണെങ്കിൽ 3,000 ഇവിടെ വരും, 3,000 ഇവിടെ വരും. ഞാനിപ്പോൾ ആ 3 lakhൻ്റെ കേസിൻ്റെ കാര്യമാണ് പറയണത്. അത് കഴിഞ്ഞ് സേവ് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഈ ഫസ്റ്റ് ടാബിൽ ഇങ്ങനെ എമൗണ്ടുകളൊക്കെ കാണിക്കും. അതേപോലെ തന്നെ പേയ്മെൻറ്റ് ഓഫ് ടാക്സിൻ്റെ അവിടെ നേരത്തെ ഒരു ഗ്രേ ഷെയ്ഡ് പോലെയായിരിക്കും ഉണ്ടായിട്ടുണ്ടാവുക. ഇപ്പോൾ അതിൻ്റെ കളറ് മാറിയിട്ട് കുറച്ച് ഡാർക്ക് ആയിട്ടുണ്ട്. അതായത് ഇവിടെ നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. നേരത്തെ എന്ന് പറഞ്ഞാൽ സെലക്ട് ചെയ്യാൻ പറ്റില്ല. അതായത് ഇവിടെ ഈ ഡെബിറ്റ് എൻട്രീസും ഈ പേയ്മെൻറ്റ് ഓഫ് ടാക്സും നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ ഇനിയിപ്പോൾ പേയ്മെൻറ്റ് ഓഫ് ടാക്സ് ആണ് ചെയ്യാനുള്ളത്. ആ പേയ്മെൻറ്റ് ഓഫ് ടാക്സ് ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെയാണ് പിന്നെ പറഞ്ഞ ഒരു സ്ക്രീൻ എന്ന് പറയണത്. നമ്മുടെ കയ്യിലിപ്പോൾ ക്യാഷ് ബാലൻസ് ഓൾറെഡി ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് അടച്ചു പൊക്കോളും TDS. ഇനിയിപ്പോൾ ക്യാഷ് ബാലൻസ് ഇല്ല എന്നാണെങ്കിൽ ക്രിയേറ്റ് ചലാൻ എന്ന് പറഞ്ഞ് ഇവിടെ കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്യണം. എന്നിട്ട് എത്ര എമൗണ്ടാണ് TDS അടയ്ക്കേണ്ടത് അത് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അത് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഫയൽ GSTR 7 എന്ന് പറഞ്ഞ് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യണം. അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഫയൽ വിത്ത് DSC അല്ലെങ്കിൽ ഫയൽ വിത്ത് EVC എന്ന് പറഞ്ഞ് 2 ഓപ്ഷൻസ് കാണാൻ പറ്റും. ഇതിൽ ഏതാണോ വേണ്ടത് അത് തിരഞ്ഞെടുക്കുക. EVC ആണെങ്കിൽ ആ EVC എൻ്റർ ചെയ്യുക. DSC ആണെങ്കിൽ പാസ്വേഡ് എൻ്റർ ചെയ്ത് GSTR 7 ഫയൽ ചെയ്യുക. ഇങ്ങനെയാണ് TDS റിട്ടേൺ ഫയൽ ചെയ്യണത്. ഒരു ഡിഡക്ടറിൻ്റെ ഭാഗത്ത് നിന്നുള്ള കാര്യമാണ് ഞാനിപ്പോൾ കാണിച്ചത്. ഇനി ഒരു ഡിഡക്റ്റിയുടെ ഭാഗത്ത് എന്താണ് ഉണ്ടാവണേ നമുക്ക് നോക്കാം. അതായത് TDS ഡിഡക്റ്റ് ചെയ്ത ആളുകൾക്ക് എങ്ങനെയാണ് ആ TDS ക്ലെയിം ചെയ്യാൻ പറ്റണേ അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ GSTയിൽ ലോഗിൻ ചെയ്തേക്കുകയാണ്. ഒരു ടാക്സ് പെയർ എന്ന് പറഞ്ഞ രീതിയിലാണ് ഞാൻ ലോഗിൻ ചെയ്തേക്കണത്. ഇവിടെ സർവീസസ് എന്ന് പറഞ്ഞ സെക്ഷനിൽ TDS TCS ക്രെഡിറ്റ് റിസീവ്ഡ് എന്ന് പറഞ്ഞ് കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഏത് വർഷമാണെന്ന് നമുക്കിവിടെ തിരഞ്ഞെടുക്കാൻ പറ്റും. ഏതാണോ വേണ്ടത് അത് സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞ് ഏത് മാസമാണോ വേണ്ടത് അതും സെലക്ട് ചെയ്യുക. എന്നിട്ട് സെർച്ച് ക്ലിക്ക് ചെയ്യുക. ഇവിടെ TDS ആൻഡ് TCS ക്രെഡിറ്റ് റിസീവ്ഡ് എന്ന് പറഞ്ഞ് കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ TDS ക്രെഡിറ്റ് റിസീവ്ഡ് എന്ന് പറഞ്ഞ് കാണാം. അമെൻമെൻറ്റ്സ് ടു TDS ക്രെഡിറ്റ് റിസീവ്ഡ്, അതുപോലെ TCS ക്രെഡിറ്റ് റിസീവ്ഡ്, അമെൻമെൻറ്റ്സ് ടു TCS ക്രെഡിറ്റ് റിസീവ്ഡ്, ഇങ്ങനെ 4 ടൈലുകൾ കാണാൻ പറ്റും. ഇതിൽ ഫസ്റ്റ് വണ്ണിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ആരെങ്കിലും നമ്മുടെ TDS ഡിഡക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റെക്കോർഡ്സ് നമുക്കിവിടെ കാണാൻ പറ്റും.
ഈ ഒരു ആളുടെ ഇപ്പോൾ ഒന്നും TDS ഡിഡക്റ്റ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഇവിടെ ഒന്നും കാണില്ല. ഡിഡക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് കാണാൻ പറ്റും. ടോട്ടൽ വാല്യൂ എത്ര, ടാക്സബിൾ വാല്യൂ എത്ര, TDS ഡിഡക്റ്റ് ചെയ്തേക്കണത് എത്ര, അങ്ങനെ എല്ലാം പറഞ്ഞ് ഇവിടെ കാണാൻ പറ്റും. അതിൽ ചെക്ക് മാർക്ക് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യാം, റിജക്റ്റും ചെയ്യാൻ പറ്റും. ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പുറത്തേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ ഈ 0 എന്ന് പറഞ്ഞ കോളത്തിൽ ആ എമൗണ്ടുകൾ വിസിബിൾ ആവും. അതായത് നമ്മൾ ആ TDS ആക്സെപ്റ്റ് ചെയ്തു എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി ആക്സെപ്റ്റ് മാത്രം ചെയ്താൽ പോരാ, നമ്മൾ റിട്ടേൺ ഫയലും ചെയ്യണം. ടാക്സ് പേയറും TDSൻ്റെ റിട്ടേൺ ഫയൽ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് താഴത്ത് പ്രൊസീഡ് ടു ഫയൽ എന്ന് പറഞ്ഞ് കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്യണം. അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ പ്രൊസീഡ് ടു ദ ഫയൽ റിക്വസ്റ്റ് ഹാസ് ബീൻ റിസീവ്ഡ്, പ്ലീസ് ചെക്ക് ദ സ്റ്റാറ്റസ് ഇൻ സം ടൈം. അത് ഇവിടെ റിഫ്രഷ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റെഡി ആവും. അത് കഴിഞ്ഞ് താഴത്തേക്ക് വരുമ്പോൾ ഐ ഹിയർ ബൈ ഈ ഒരു സെക്ഷനിൽ ടിക്ക് മാർക്ക് ചെയ്യാം. എന്നിട്ട് ഓതറൈസ് സിഗ്നേറ്ററി സെലക്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ ഫയൽ TDS TCS ക്രെഡിറ്റ് റിസീവ്ഡ് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ പറയും യു ആർ എബൌട്ട് ടു ഫയൽ, ദർ ആർ നോ ഓട്ടോ പോപ്പുലേറ്റഡ്, അതായത് ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ടാണ് കാണിക്കുന്നത്. അത് യെസ് കൊടുക്കുകയാണെങ്കിൽ മുമ്പോട്ട് പോകും. മുമ്പോട്ട് പോകുമ്പോൾ DSC വഴി വേണോ അല്ലെങ്കിൽ EVC വഴി വേണോ എന്ന് പറഞ്ഞ് കാണിക്കും. ഞാനിപ്പോൾ മുമ്പോട്ട് പോകണില്ല, കാരണം ചിലപ്പോൾ TDS വൈകിയായിരിക്കും ഇവരുടെ വരാൻ പോണത്. അതുകൊണ്ട് ഞാനിപ്പോൾ യെസ് ക്ലിക്ക് ചെയ്യണില്ല, നോ ആണ് ക്ലിക്ക് ചെയ്യണത്. അവിടെ EVC അല്ലെങ്കിൽ DSC വഴി നമുക്ക് വേണമെങ്കിൽ TDS റിട്ടേൺ ഫയൽ ചെയ്യാം. ഇത് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഫയൽഡ് എന്ന് പറഞ്ഞ് വരും. അങ്ങനെ ഫയൽഡ് എന്ന് പറഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഡാഷ്ബോർഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇലക്ട്രോണിക് ക്യാഷ് ലെജറിൽ ആ എമൗണ്ടുകൾ വിസിബിൾ ആവും. IGST മാത്രമാണെങ്കിൽ IGSTയുടെ കോളത്തിൽ ആ എമൗണ്ട് ഉണ്ടാവും. ഇനി ഇൻട്രാ സ്റ്റേറ്റ്, അതായത് വിത്തിൻ സ്റ്റേറ്റ് മാത്രമാണെങ്കിൽ CGST ഇത്ര, SGST ഇത്ര എന്ന് പറഞ്ഞ് കാണാൻ പറ്റും. ഈ എമൗണ്ട് നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും ടാക്സ് അടയ്ക്കുന്ന സമയത്ത്. അങ്ങനെയാണ് ടാക്സ് പെയറിൻ്റെ ഭാഗത്ത് നിന്നുള്ള TDS നമ്മൾ ക്ലെയിം ചെയ്യണത്. അപ്പോൾ ഈ ഒരു ചെറിയൊരു ട്യൂട്ടോറിയൽ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കണു. അറിയാത്തവർക്ക് ഇത് എത്തിച്ചു കൊടുക്കുക. ഇപ്പോഴും കുറേ ആളുകൾക്ക് TDS എന്ന് പറഞ്ഞ സംഗതി ഉണ്ടെന്ന് അറിയില്ല. അവർ TDS ഒരിക്കലും ക്ലെയിം ചെയ്യാറുമില്ല. അതുകൊണ്ട് അവർക്ക് വലിയ നഷ്ടങ്ങളും വരാറുണ്ട്. ഇനിയപ്പോൾ അങ്ങനെ ഒരു നഷ്ടം ഉണ്ടാവരുത്, അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ഞാനിപ്പോൾ ക്രിയേറ്റ് ചെയ്തേക്കണത്. ഇത് എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കണം. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ ഗുഡ് ബൈ.